യെസ്, ഇപ്പം ഞാൻ നിൽക്കുന്നേ ആലുവയ്ക്ക് അടുത്തുള്ള പെരിയാർ തീരത്തിനടുത്ത് പെരിയാർ ക്ലബ്ബിലാണ്. ഈ ക്ലബ്ബ് 35 വർഷം മുമ്പ് പണിതാണ്. 15 വർഷം മുമ്പ് ഈ സ്വിമ്മിംഗ് പൂൾ പണിതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പുതിയ സ്വിമ്മിംഗ് പൂൾ പണിയാൻ നിങ്ങൾക്ക് 100 ആളെ കിട്ടും. ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞ് വിളിച്ചാണ്ടല്ലോ ഒരാളും വരില്ല. നിങ്ങൾ പഠിച്ചോ, പുതിയ സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് 100 രൂപ പണിയാൻ കിട്ടും, ആരും കിട്ടും, പണിതും തരും. കംപ്ലയിൻറ്റ് പറ്റേ ഒരാളെ വിളിച്ച് കിട്ടില്ല. അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ട് 5-6 വർഷം പൂട്ടിക്കിടന്ന സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ റീവർക്ക് ചെയ്തെടുക്കുന്നതാണ് ഞാൻ പറയുന്ന ഐഡിയയിൽ. ഒരു ലീക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഒരിക്കലും ഈ ഗ്ലാസ് മുസൈക്ക് ടൈൽ നമ്മുടെ കേരളത്തിൽ സെറ്റ് ആവില്ല. നിങ്ങൾ വാങ്ങിക്കരുത്. കാരണം ഇത് ഒട്ടിച്ച് ഡബിൾ കോട്ട് എപ്പോക്സി ചെയ്താണ്ടല്ലോ, നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. നോക്കെ 2x1 ടൈല്. ഇത് സ്കൈ ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ അതുണ്ട്. നോക്കിയേ, ഈ സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ പറയുന്നേക്കാളും ലെങ്ത്താണ്. നിങ്ങൾ നോക്ക്, 7 അടി പൊക്കമാണ്. 7 അടി പൊക്കം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ പൊക്കമാണ് ഈ സ്വിമ്മിംഗ് പൂളോട് ചെയ്തിരിക്കുന്നത്. 7 അടി പൊക്കം, വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കണം. നോക്കിയേ, വെള്ളത്തിൻ്റെ അടിയിൽ സ്വിമ്മിംഗ് പൂള് 7 അടി പൊക്കത്തിലാണ്. കാരണം ഇത്ര ഹൈറ്റുള്ള സ്വിമ്മിംഗ് പൂൾ എറണാകുളം ജില്ലയിലില്ല. ടൈലിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിൻ്റെ ആവശ്യമില്ല. പഴയ ടൈൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈൽ ഇളകി പോകുന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾ പശ തേച്ച് നിങ്ങൾക്ക് ടൈൽ അതിൻ്റെ മുകളിലൊട്ടിക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഡബിൾ കോട്ടിങ് എപ്പോക്സി, ആദ്യം ഒരു എപ്പോക്സി കൊടുക്കുക, അതിൻ്റെ പകുതിയാക്കുക, ഉണങ്ങിയ ശേഷം രണ്ടാമത്തെ എപ്പോക്സി കൊടുക്കുക. വാട്ടർ പ്രൂഫായിട്ട് സേഫായിട്ട് നിൽക്കും. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് 100% പ്രയോജനമുണ്ട്. ഇതേമാതിരി തന്നെ കോട്ടയത്ത് ഏറ്റുമാനൂർ പാർക്കിൽ ഇതുമാതിരി കംപ്ലയിൻറ്റ് വന്നിട്ട് സ്വിമ്മിംഗ് പൂൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാറി ചിന്തിക്കുകയും അവിടെ ടൈലിൻ്റെ മുകളിൽ ഒട്ടിക്കാനും പറഞ്ഞത്. ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ഗ്ലാസ് മുസൈക്ക് പോലെ ചെറിയ ടൈൽ വാങ്ങിക്കരുത്. ഈ വീഡിയോ കാണുന്ന പോലെയുള്ള ചെറിയ ടൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടന്നു പോവും, കംപ്ലയിൻറ്റ് വരും. കാണാൻ ഭംഗിയാണ്. നമ്മളിവിടുത്തെ ക്ലൈമറ്റിൽ അഴുക്കിരുന്നാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയോ, പുതിയത് പണിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടും. നിങ്ങൾ പഴയ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒരാളും വിളിക്കില്ല. നിങ്ങൾക്ക് ഏത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഏത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ വിളിക്കൂ, നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരും. ഈ ടൈല് നിങ്ങൾ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. വെറും 36 രൂപ ഉള്ളൂ സ്ക്വയർ ഫീറ്റ്. വെറും 36 രൂപയുള്ളൂ. നിങ്ങൾക്ക് ഒട്ടിക്കാണ്ടില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട, ഡബിൾ കോട്ട് എപ്പോക്സി ചെയ്താൽ മതി. നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലീക്കേ പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. 100% പ്രയോജനമുള്ളതാണ്. ഇത് എപ്പോക്സിയാണ്, വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും വെള്ളം കിടക്കില്ല. വെള്ളം അകത്തൊന്നും വരില്ല, പുറത്തൊന്നും വരില്ല. അതുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂൾ അങ്ങോട്ട് ഡബിൾ കോട്ട് ചെയ്യണം. വീടുകളാണെങ്കിൽ ഒറ്റ കോട്ട് ചെയ്താൽ മതി. ഡബിൾ കോട്ടിംഗ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 100% പ്രയോജനമുണ്ട്. ഡബിൾ കോട്ടിങ് ചെയ്യണം നമ്മൾ. യെസ്, അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പകുതി ഫില്ല് ചെയ്ത് വെച്ചു. ഇനി ഡബിൾ എപ്പോക്സി വർക്കാണ്. കാരണം ഒരിക്കലും ലീക്ക് ഉണ്ടാവരുത്. സ്വിമ്മിംഗ് പൂളാണ്, അതുകൊണ്ട് ഡബിൾ എപ്പോക്സിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരെണ്ണം കഴിഞ്ഞു, ഡബിൾ എപ്പോക്സി ചെയ്തോ. ഇതുമാതിരി ഡബിൾ എപ്പോക്സി ചെയ്താൽ നിങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ സൂപ്പറാക്കി ലീക്ക് ഉണ്ടാവില്ല. വാട്ടർ പ്രൂഫ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഡബിൾ എപ്പോക്സി മസ്റ്റായിട്ട് ചെയ്യണം. വാട്ടർ പ്രൂഫിൽ മാത്രം നിൽക്കില്ല, ഡബിൾ എപ്പോക്സിയാണ് ഏറ്റവും കൂടുതൽ സേഫ്. വീടുകളിൽ, സ്കൂളുകളിൽ, നിങ്ങളുടെ ക്ലബ്ബുകളിൽ, റിസോർട്ടുകളിൽ എല്ലാ സ്വിമ്മിംഗ് പൂളിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ടൈല് മാറ്റി ഒട്ടിക്കാം. ഇതൊരിക്കലും ജോയിൻറ്റിൽ അഴുക്കിരിക്കില്ല, കംപ്ലയിൻറ്റ് വരില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. വെറും 36 രൂപ സ്ക്വയർ ഫീറ്റ്. 100% പ്രയോജനമുണ്ട്. നിങ്ങൾ ടൈല് പൊളിച്ച് കളയേണ്ട. ടൈലിൻ്റെ മുകളിൽ നേരിട്ട് പശയിൽ നമുക്ക് ടൈൽ ഒട്ടിക്കാം. ഡബിൾ കോട്ട് എപ്പോക്സി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്ടർ ലീക്ക് വരികയില്ല. 100% പ്രയോജനമുണ്ട്. യെസ്, ഇത് നമ്മുടെ ഫ്രണ്ടാണ് നൈജു പുതുശ്ശേരി. ഈ പെരിയാർ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. 4 വർഷമായി. ഇദ്ദേഹം ഏറ്റെടുത്തപ്പോൾ പരിഷ്കാരം സ്വിമ്മിംഗ് പൂളൊക്കെ പൂട്ടിക്കിടക്കായിരുന്നതൊക്കെ പൊളിച്ച് അല്ല പുത്തനാക്കി വെച്ചടിച്ച് എല്ലാ വർക്കും ചെയ്തവരാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് പ്രസിഡന്റ് ഒരു വിശേഷങ്ങൾ എന്ന് പറയൂ. ഇത് ശരിക്കും പറഞ്ഞാൽ 1989 ആലുവ, അങ്കമാലി, കാലടി ഭാഗത്തുള്ള ഹൈ പ്രൊഫഷണൽസും ബിസിനസ്സുകാരും കൂടി തുടങ്ങിയ ഒരു ക്ലബ്ബാണത്. കാരണം അവരുടെ ഫാമിലിയായിട്ട് ഒത്തുകൂടാനായിട്ടും കുട്ടികൾക്കെല്ലാം കളിക്കാനായിട്ടും അല്ലെങ്കിൽ ഒരു പാർക്കും അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് 89 പ്രസിഡൻഷിപ്പിൽ ആയിട്ട് തുടങ്ങിയൊരു ക്ലബ്ബാണത്. ഇത് വളരെ നന്നായി മനോഹരമായി തന്നെ പോവുകയായിരുന്നു. ഇത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സ്വിമ്മിംഗ് പൂള്, ക്ലബ്ബ്. ഇത് പണിത സമയത്ത് ഏറ്റവും നീളം കൂടിയും ആഴം കൂടിയുമായിട്ടുള്ള ഇവിടെ ഞാൻ നിന്നിട്ട് 7 അടിക്കാണ് ഹൈറ്റ് താഴെയായിരുന്നു സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോമ്പറ്റീറ്റീവ് ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അന്ന് ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റും. ഇത് വളരെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എൻ്റെ പ്രസിഡൻഷിപ്പിൽ ഞങ്ങൾക്ക് ഇത് സാധിക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാം കൂട്ടായ്മയായിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഇത് നടത്താൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളൊന്ന് ഫുള്ളായിട്ട് റിനോവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നേരെ വന്ന്
സുരഭിയിൽ നിന്നാണ് ഞങ്ങൾ ടൈൽസ് ഒക്കെ എല്ലാം എടുത്തേക്കുന്നത്. വളരെ ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിന് തന്നെ നമുക്ക് കിട്ടാൻ സാധിച്ചു. ആ പെരിയാർ പുഴ ഉണ്ടല്ലോ, ആ വളവുണ്ടല്ലോ, ആ വളവാണ് അതിന്റെ ഏറ്റവും ഭംഗി. എന്ത് രസകരമായ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. അത് പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണത്. ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലം തന്നെ കിട്ടില്ല അല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ നടത്താൻ എന്തോരം ഏരിയ ഔട്ട്ഡോർ അല്ലേ? നല്ല ഒരു 500 പേരോളം ഫംഗ്ഷൻ സുഖകരമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. സ്വിമ്മിംഗ് പൂളിന്റെ തൊട്ടടുത്ത് നല്ല ഗ്രൗണ്ട്, പെരിയാർ തീരത്ത്. എന്ത് ഗുണങ്ങൾ ഇവിടെ ഇല്ലാത്ത ഗുണങ്ങളില്ല കേട്ടോ. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ 800 ചില മെമ്പേഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലേ? എന്ന് പറഞ്ഞാൽ ആലുവ, അങ്കമാലി, കാലടി ഭാഗത്ത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ്. ബർത്ത്ഡേ പാർട്ടി, നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷൻ നടത്താവുന്ന ഒരു ഹാളുണ്ട് ഇവിടെ, ഓപ്പൺ ഹാള്. അതിൽ ഈ ഗാർഡനിൽ നടത്താം, ഇൻഡോറിൽ നടത്താം, സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നടത്താം, പെരിയാർ തീരത്ത് നടത്താം. അതുപോലെ തന്നെ ഇത് മുകളിലൊരു 100 പാക്സിന്റെ AC ഹാൾ ഉണ്ട്. AC ഹാളുണ്ട്. റൂംസില് വേറെ ഹാളുണ്ട്. താമസിക്കാൻ പറ്റില്ല? താമസിക്കാൻ പറ്റും. ഒരു 8 റൂംസോളം ഉണ്ട്. അതിൽ ഒരു 3 സൂട്ട് റൂംസ് ഉണ്ട്, 5 നോർമൽ അല്ലാത്ത റൂംസ് ഉണ്ട്, ഒരു 35 പാക്സിന്റെ ഒരു വേറെ ഹാളുണ്ട്, AC ഹാളുണ്ട്. വാവ്, എന്തൊക്കെയാ ഫെസിലിറ്റി നിങ്ങൾക്ക് ഫംഗ്ഷൻ എടുത്താൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലായി, ഇവിടെ ഷട്ടിൽ കോർട്ട് ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഗാർഡൻ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബാറുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പെരിയാർ തീരത്ത്. എന്തെല്ലാം ഗുണങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് നമുക്ക് കൊടുക്കാം. ഏറ്റവും ഞമ്മളെ ഇവിടെ അടുത്തുള്ള കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു ഫെസിലിറ്റീസോടുകൂടി മെമ്പർഷിപ്പ് നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മുടേതായിട്ടുള്ള ക്രൈറ്റീരിയ, അതേപോലെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഇതിനകത്തേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. യെസ്, മലയാളി ആരും ആഗ്രഹിക്കാത്ത ഒരു സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ ഇവിടുത്തെ ഈ ചൂടും ഇതിലൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ വെയിലത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഗ്ലാസ് വെച്ചിട്ടില്ല. ഈ ചൂടൊക്കെ ഇവിടെ ചൂട് വന്ന അപാര ചൂടാണ്. നിങ്ങൾക്കറിയാലോ, സ്വിമ്മിംഗ് പൂളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ വീടുകളിൽ പോലും സ്വിമ്മിംഗ് പൂൾ വേണം. കാരണം അത്രയും ചൂടാണ്. നമ്മുടെ വരാണെങ്കിൽ ഒടുക്കത്തെ ചൂടാണ്, മഴയാണെങ്കിൽ ഒടുക്കത്തുമാണ്. രണ്ടായിട്ട് നിൽക്കണേ. പിന്നെ വൈകുന്നേരമൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ ഒരു എൻജോയ്മെൻറ്റ്, ഒരു സ്പാ, ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ വേണം. നമ്മളെപ്പോഴും നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ജീവിത ലൈഫാണ് ഇനി മാറണം. അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ വന്ന് തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യാം. പുതിയ സ്വിമ്മിംഗ് പൂളാണെങ്കിൽ കോസ്റ്റ് കുറച്ച് ചെയ്യാം. ഈ ടൈൽ നിങ്ങൾക്ക് ഒട്ടിച്ചാൽ മതി. വെറും 36 രൂപ 2x1 ടൈൽ. പഴയ സ്വിമ്മിംഗ് പൂളിൽ ഒട്ടിക്കാം. നിങ്ങൾക്ക് മാറി ചിന്തിക്കാം. നിങ്ങൾക്ക് 100% പ്രയോജനമുണ്ട്. എപ്പോക്സി ഡബിൾ കോട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാം. ബഡ്ജറ്റ് കുറച്ച് നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട്, നിങ്ങൾക്ക് പ്രയോജനമുള്ള പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട്. ഇന്നിവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.